മറ്റാരുണ്ട് LDF അല്ലാതെ? നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലുടനീളം നടന്നുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വളരെ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൻ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന കരുത്തിൻ്റെ ബലത്തിലാണ് കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതിലുതകുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രിക ഏതാണ്ട് 950 ഉറപ്പുകളാണ് അതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 60 ഇനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് 10 വർഷത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കും എന്നത് ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തും ഇതേവരെ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യമാണ്. അതിപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സംസ്ഥാനം എന്ന നിലയിൽ കേവല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുമെന്നുള്ള മുദ്രാവാക്യം പ്രകടന പത്രികയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിക്കുമെന്നതും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തൊഴിൽ നൽകുക എന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദൽ നിലപാടാണ്. 50% വരുന്ന സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കുന്ന ഒരു സമീപനം കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അനുബന്ധമായി നമ്മളിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. 31.39 ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 1000 രൂപ പ്രകാരം ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ KDSCിൻ്റെയും എക്കണോമി മിഷൻ്റെയും ഒക്കെ ഭാഗമായി ഇപ്പോഴാസൂത്രിതമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ ഒരു ഇനം എന്ന നിലയിലാണ് 50% സ്ത്രീകൾക്ക് ജോലി നൽകുക എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ജനക്ഷേമകരമായ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് കാർഡ് ഓരോ വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പുരോഗതി ഓരോ വർഷവും ജനങ്ങളെ അറിയിച്ചത്. പൊതുവായ വാഗ്ദാനങ്ങൾ നൽകുന്ന കോൺഗ്രസിനും BJPക്കും അവർ ഇന്നേ വരെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റുന്നവരല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസ് പറയുന്ന അവരുടെ ഗ്യാരണ്ടി ഒന്നും അവരുടെ തന്നെ നേതൃത്വപരമായ പങ്കോടുകൂടി നിർവഹിക്കാൻ തീരുമാനിച്ച വയനാട് ദുരന്ത നിവാരണ ഫണ്ട് അവർ തന്നെ പിരിച്ച് ഇപ്പോഴും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പോലെ ഇപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ജനങ്ങളോട് കണക്ക് പറയും എന്നാണ്.
പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം പറഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വേണമെങ്കിൽ പോയി നോക്കിക്കോ എന്നാണ്. ആദ്യം പോയി നോക്കിക്കോ എന്ന് പറഞ്ഞു, നോക്കിയപ്പോൾ ഇല്ല എന്ന് വ്യക്തമായി, ഒരു പണിയും നടക്കുന്നില്ല. അവരാകെ 3.5 ഏക്കർ സ്ഥലമാണ് വാങ്ങിയത്. അതിൻ്റെ രേഖയാണ് അവിടെ KPCC പ്രസിഡൻറ്റിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോഴൊരു ദിവസം സണ്ണി ജോസഫ് പറഞ്ഞു, ഞങ്ങൾ 5 കോടി റുപ്യ ചിലവാക്കി ഭൂമി വാങ്ങി എന്ന്. അപ്പോഴാണ് 3.20 കോടിയാണ് ചിലവാക്കിയത് എന്ന വാർത്ത ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. പിന്നീട് അത് തിരുത്തി ഇനി വാങ്ങാനുള്ള 2.5 ഏക്കർ കൂടി ചേർത്ത് അത് ആധാരം ചെയ്തു കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ഒഴിവും പറഞ്ഞ് എല്ലാം കൂടി ഇപ്പോൾ 5 കോടിയിലധികം റുപ്യ ചിലവായിരിക്കുന്നുവെന്നും ഇപ്പോൾ വാങ്ങിയ സ്ഥലത്തിന് തന്നെ ഞങ്ങൾ യഥാർത്ഥത്തിൽ 93 ലക്ഷം റുപ്യ KPCC ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വന്നുവെന്നും ഇനിയും അതിൻ്റെ ബാധ്യത തീർക്കാൻ 73 ലക്ഷം കൂടി വേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്ത 1 കോടി റുപ്യ 1.05 കോടി ഇതിൻ്റെ പുറമേയല്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടിയിട്ടാണെന്നാണ്. ഞാൻ ഈ കണക്ക് വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ അകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രവാസികളായവരുൾപ്പെടെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തിട്ട് അധ്യാപക സംഘടന മാത്രം 1 കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. ഇങ്ങനെ 1-2 വിഭാഗങ്ങൾ തന്നെ ഓരോ കോടി കൊടുത്തു എന്നുള്ള വാർത്ത വന്നെയാണ്. പിന്നെ ഈ MLA-മാരുടെ ഫണ്ട്, MP-മാരുടെ ഫണ്ട്, വിദേശികളുടെ ഫണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ ഫണ്ട്, കേരളത്തിൽ തന്നെ പിരിച്ച ഫണ്ട്, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ശേഖരിച്ചത്, ഇതൊക്കെ ചേർത്ത് എത്ര കോടിയാണ് എന്ന് ഒരു 100 കോടിയിലധികം പിരിച്ചു എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫണ്ടല്ല ഇവിടെയാണ് പോയത്. ഇനി വീടുണ്ടാക്കാൻ വേണ്ടി ഒരു നയാ പൈസ ഇല്ലയെന്ന് മാത്രമല്ല, നടന്നിടത്തോളം കാര്യത്തിന് 73 ലക്ഷം കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ കൊടുത്തതിന് പുറമെ 93 ലക്ഷം കൊടുത്തതിന് പുറമെ KPCC കൊടുത്തതിന് പുറമേ എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കേരളം കൈകാര്യം ചെയ്യാനാവുക എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കില്ലേ? ജനങ്ങൾ ഗൗരവപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.